സ്റ്റോക്ക് മാർക്കറ്റിലൂടെയാണ് സംഭവം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. ഞാൻ പക്ഷേ ഒരു വ്യത്യാസമായിട്ടൊരു കാര്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഞാൻ കറക്റ്റ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഷോർട്ട് ടൈമിൽ ഇത്രയും നല്ലൊരു റിട്ടേൺസ് കിട്ടിയത്. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയതിൻ്റെ എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളാണ് ഇതിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ പ്രൊഡക്റ്റ് എങ്ങനെ വാങ്ങിയെന്ന് വെച്ചാൽ ഞാൻ ട്രേഡ് ചെയ്ത് ഉപയോഗിച്ചിട്ടുള്ള പൈസ അല്ലെങ്കിൽ പ്രോഫിറ്റ് കൊണ്ടാണ് എനിക്കൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റിയത്. ട്രേഡ് അങ്ങനെ ഉദ്ദേശിക്കുകയാണെന്ന് ഞാനൊരു ഇന്നൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫിക്സഡ് പീരീഡ് ഓഫ് ടൈമിലേക്ക്. അതിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ് കാരണമാണ് എനിക്കൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഗാഡ്ജറ്റ് എനിക്ക് വാങ്ങാൻ പറ്റിയത്. അപ്പോൾ ഈ ഗാഡ്ജറ്റിൻ്റെയും പറ്റിയും കൂടുതൽ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ മുമ്പിൽ പറയുന്നതാവും. അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതാണ് വയർലെസ് മൈക്ക് നമ്മൾ വെച്ചിട്ടുള്ളത്. നമ്മൾ യൂട്യൂബ് തുടങ്ങിയപ്പോൾ വേണ്ടി വാങ്ങിച്ചത്. യൂട്യൂബ് അത്യാവശ്യമാണല്ലോ ഈ സംഭവം. ഈ ഒരു മൈക്ക് അത്യാവശ്യമായിട്ട് തോന്നി, കാരണം ഭയങ്കര സൗണ്ട് ഭയങ്കര ക്ലാരിറ്റി കുറവായിട്ട് തോന്നി. അപ്പോൾ ഒരു മൈക്ക് എന്തായാലും ഒരു അത്യാവശ്യമായിട്ട് തോന്നി. അപ്പോൾ ഇത്രയും വില കൂടി ഒരു മൈക്ക് വാങ്ങുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും വീഡിയോ എടുക്കണം. അപ്പോൾ രണ്ടുപേർക്കും പറ്റിയത് ഒരുമിച്ച് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് റിസർച്ച് ഒക്കെ നടത്തി ഏറ്റവും ബെസ്റ്റ് മൈക്ക്. സൗണ്ടിനും കാര്യങ്ങൾക്കൊക്കെ സൗണ്ട് ക്വാളിറ്റി കുറച്ച് കുറവായിരുന്നില്ലേ ഫസ്റ്റ് വീഡിയോസ് നോക്കി അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ സെറ്റ് ആക്കാൻ വേണ്ടി വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്ത സംഭവം. അപ്പോൾ ആദ്യം ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ മുമ്പ് ഇത് എങ്ങനെയാ വാങ്ങിയെന്നുള്ളത്, എങ്ങനെയാ ഈ ഒരു പ്രോഫിറ്റ് എനിക്ക് കിട്ടിയില്ല, അതിനെ പറ്റിയിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് ഏത് സൈറ്റിൽ നിന്ന് വാങ്ങിയതെന്നൊക്കെ പറഞ്ഞുതരാം, ബ്രാൻഡ് ഏതാന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഈ സംഭവം നീ എങ്ങനെയാ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടിയാണോ? സ്റ്റോക്ക് മാർക്കറ്റിലൂടെയാണ് സംഭവം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. ഞാൻ പക്ഷേ ഒരു വ്യത്യാസമായിട്ടൊരു കാര്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലുള്ള മാർക്കറ്റിലല്ല ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അമേരിക്കയിൽ, US-ൽ കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പൊ ഈ ഇൻവെസ്റ്റ് ചെയ്തത് ഇന്ത്യയിൽ ചെയ്യാണ്ട് പകരം അമേരിക്കയിൽ ചെയ്യാൻ എന്താ കാരണം? അതിനൊരു നല്ലൊരു കാരണമുണ്ട്. ഈ ഇന്ത്യയിൽ ചെയ്യാണ്ട് ഞാൻ അമേരിക്കയിൽ എന്താ ചെയ്തത്. അപ്പോൾ അത് പറയാനായിട്ട് മുമ്പ് ഞാൻ ഏത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറയാം. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയുടെ പേരാണ് NVIDIA. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും, ഈ ഗ്രാഫിക് കാർഡ്സും പിന്നെ സെമി കണ്ടക്ടേഴ്സും ഒക്കെ ചിപ്പൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. അല്ല, അപ്പൊ നീ ഇത് ഇൻവെസ്റ്റ് ചെയ്തു ഒരു വട്ടം ചെയ്തിട്ടുള്ളൂ. അപ്പൊ എത്ര 10,000 ആവും സംതിങ് അല്ലേ? ഞാൻ ടോട്ടൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺസും കാര്യങ്ങളൊക്കെ ഇതിൽ പറയാം. ഞാൻ ടോട്ടൽ ഒരു 25,000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എന്നിട്ട് ഒരു 2 മാസത്തിന്റെ ഒരു ടൈം പീരീഡ് 10,000 ഏകദേശം 40% റിട്ടേൺ ആണ് കിട്ടിയത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ ഒരു വട്ടം നീ ചെയ്തിട്ടുള്ളൂ ഈ സംഭവം. അപ്പൊ 10,000 കിട്ടി. ഇനിയും വീണ്ടും നമ്മൾ ഈ നമുക്ക് നമ്മുടെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുമോ? ഇത് അങ്ങനൊക്കെ ചോദിച്ചാൽ എന്നോട് എങ്ങനെയാ പറയണതെന്ന് വെച്ചാൽ, ഇത് എന്താ പറയുക, ഓരോ ഓപ്പർച്യൂണിറ്റീസ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും കുറേ ഓപ്പർച്യൂണിറ്റീസും കുറേ കാര്യങ്ങളുള്ള ഒരു ഫീൽഡാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിൽ ഞാൻ എനിക്ക് എന്തിനാണ് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെ കിട്ടിയെന്നൊക്കെ ഞാൻ തുടരാൻ പറയാം. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഒരു കമ്പനിയിൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി. ആ ഓപ്പർച്യൂണിറ്റി പലർക്കും അറിയണ്ടോ എന്തായിരിക്കുന്നു. ആ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഞാൻ കറക്റ്റ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഷോർട്ട് ടൈമിൽ ഇത്രയും നല്ല റിട്ടേൺസ് കിട്ടിയത്. അപ്പോൾ ഈ NVIDIA എന്ന് പറഞ്ഞിട്ട് കുറേ കമ്പനീസ് ഉണ്ടല്ലോ, ഈ NVIDIA എന്ന് പറഞ്ഞ കമ്പനിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്താ കാരണം? അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഒരു റെവല്യൂഷൻ നടക്കുന്നത് എന്താണ്, AI. പറ്റി അറിയാം? പറ്റിയൊന്നും അറിയില്ല. AI അതിനെപ്പറ്റി ഒന്നും നോക്കാറില്ല. അതിനെ പറ്റിയൊക്കെ ഞാൻ എന്താ പറയുക, കൂടുതൽ ഗേൾസ് ഒന്നും ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ ചാൻസ് ഉണ്ടാവില്ല. എനിക്ക് ടെക്നോളജിക്കൽ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഡീപ്പായിട്ട് റിസർച്ച് നടത്തിയപ്പോൾ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അതായത് ഈ ഒരു AI ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കമ്പനിയായിരുന്നു NVIDIA. ഞാൻ വാങ്ങുന്ന സമയത്ത് ഈ NVIDIA കമ്പനിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒരു സ്റ്റോക്കിന് പറയുന്നത് $700. ഞാൻ അത് വിഡ്രോ ചെയ്ത സമയത്ത് ആ സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് $1,100 അത് മാറി. അത് ഏകദേശം $400 വ്യത്യാസമാണ് അപ്പോഴേക്കും വന്നത്. അങ്ങനെ എപ്പോഴേക്കും ഒരു 40% റിട്ടേണും കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു AI ഒരു ഹൈപ്പ് കാരണം NVIDIAക്ക് ഭയങ്കര വലിയൊരു എന്താ പറയുക, സ്റ്റോക്കിന് ഭയങ്കര പമ്പാണ് ഉണ്ടായത്. ആ ഒരു പമ്പിങ് കാരണം നല്ലൊരു രീതിക്ക് പ്രോഫിറ്റ് എനിക്ക് അതിൽ നിന്ന് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്ത് കിട്ടാനും പറ്റി. ഇപ്പോൾ അതായത് ഞാൻ 25,000 എന്തൊരു എമൗണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം എമൗണ്ട് വിഡ്രോ ചെയ്തു. കാരണം ആ ഒരു ഓപ്പർച്യൂണിറ്റി ഈ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവില്ലെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വിഡ്രോയും ചെയ്തു. മാത്രമല്ല ഈ ഒരു സാധനവും വാങ്ങേണ്ടി വന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിഡ്രോ ചെയ്തു. അപ്പോൾ നമ്മൾ ഏത് കമ്പനിയിൽ നിന്ന് ഇതാക്കി പിന്നെ അമേരിക്കയിൽ ചെയ്യാനുള്ള കാര്യം, അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് വല്ല ഡൗട്ടോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ
കൂടെ ചോദിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞുതരും. എന്തെങ്കിലും കാര്യങ്ങൾ മിസ് ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ ഇനി ഗാഡ്ജറ്റിന്റെ അടുത്തേക്ക് വരാണെങ്കിൽ ഗാഡ്ജറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതാണ് ഗാഡ്ജറ്റ്. ഇതതിന്റെ ചാർജിങ് കേസ്, കോളർ മൈക്ക്, ഇത് ട്രാൻസ്മിറ്റർ, പിന്നെ ഇത് വയർലെസ് ആയതുകൊണ്ട് ഇതിന്റെ ട്രാൻസ്മിറ്റർ, പിന്നെ ഇതിന്റെ ഒരു റിസീവർ ഉണ്ട്. റിസീവർ ഞങ്ങൾ ക്യാമറയിൽ കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. ക്യാമറയിൽ അതിന് ഫോണിലും ഏതിലായാലും കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. കാരണം ഈ ഒരു റേഞ്ചിൽ 2 പേർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള, അഫോർഡബിൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ട്, ബട്ട് ഈ ഒരു മൈക്കിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നല്ല പ്രൈസ് ഉള്ളൊരു സംഭവമാണ് ഈ മൈക്കും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിൽ ഏറ്റവും അഫോർഡബിൾ ആയ 2 പേർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മൈക്കാണ് ഇത്. അപ്പൊ ഇത് ഏത് കമ്പനി? അപ്പൊ ഇത് കമ്പനി ഏതാന്ന് വെച്ചാൽ ഹോളി ലാൻഡിന്റെ ലാർക്ക് M എന്ന് പറഞ്ഞ മോഡലാണ്. ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ച ടൈമിൽ ഏകദേശം 9,000 റുപ്പീസ് അത്രയായിരുന്നു. അപ്പൊ നമുക്കിതില് വേണ്ടവർക്ക് വേണ്ടിട്ട് ലിങ്ക് ഇട്ട് തരാം. പുതിയ ബിഗിനേഴ്സിനോ എന്തെങ്കിലും ഹെൽപ്ഫുൾ ബിഗിനേഴ്സ് ഇപ്പൊ ഒരാൾക്കൊക്കെ ആണെങ്കിൽ സാധാരണ മൈക്കൊക്കെ മതി. പക്ഷെ ഇത് 2 പേർക്കായോണ്ട് സിങ്ക് ആയിട്ടുള്ള ഒരു ഓഡിയോ കിട്ടാനും വേണ്ടി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മൈക്ക് തന്നെയാണിത്. അപ്പൊ നിങ്ങൾക്ക് വല്ല മൈക്ക് വാങ്ങിക്കാൻ എങ്ങനെയാ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാത്തവരാണെങ്കിൽ നമ്മൾ ലിങ്ക് ഇട്ട് തരാം. നിങ്ങളെ വേണമെങ്കിൽ അതിന് വാങ്ങിച്ചോളൂ. അതെ. അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ള വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി വല്ല ഡൗട്ടോ കാര്യങ്ങളും നിങ്ങൾ ഇതാക്കുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ഇത്രയ്ക്ക് തന്നെയുള്ളൂ. പിന്നെ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.